എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നമസ്തേ പറഞ്ഞില്ല, ഹലോ മക്കൾസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇൻട്രോ ഒന്ന് മാറ്റി പിടിക്കുക, എപ്പോഴും ഹലോ നമസ്തേ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ മാറ്റി പിടിക്കുക എന്നൊക്കെ കുറച്ച് പേരായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹലോ മക്കൾസ് എന്നൊക്കെ പറഞ്ഞു വന്നത്. പിന്നെ നമ്മുടെ ചാനലിലെ ഒരു യൂണിക്നെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹലോ നമസ്തേ പറഞ്ഞ് തുടങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അത് വിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ്. ആൻഡ് നമ്മുടെ സ്ക്രബ് ഫേസിൽ ഓരോ സ്കിന്നുകാർക്ക് ഓരോ ടൈപ്പ് സ്ക്രബ്സ് ആണ് ഉള്ളത്. ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പം കടയിൽ തന്നെ പോയി കഴിഞ്ഞാൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാതെ നാച്ചുറലി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന 2 സ്ക്രബ്സ് ആണ്. ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള 2 സ്ക്രബ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് സ്ക്രബ് ഉണ്ടാക്കുന്നത് എന്നല്ല കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രബ് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സ്ക്രബ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 സ്ക്രബാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്ക്രബിങ്ങിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫേസ് സ്റ്റീം ചെയ്യുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഫേസ് നല്ലപോലെ സ്റ്റീം ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഫേസിലുള്ള ആ ഒരു ടീ സോൺ ഏരിയാസിലൊക്കെയാണ് പോഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ മൂക്കിലില്ലേ, ഇത് മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുന്നത് വഴി അതിങ്ങനെ പുറത്തേക്കൊന്ന് ജസ്റ്റ് തള്ളി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ സ്റ്റീം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫേസ് നല്ലപോലെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്റ്റീം ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ളത് ഈ ഒരു ഭാഗത്ത് പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ നോസിൻ്റെ മേളിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തില്ലെങ്കിൽ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ മൂടിയിട്ട് സ്റ്റീം ചെയ്യില്ലേ, അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സ്ക്രബ് കുറച്ചൊരു അൾട്രാ കെയർ കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്ക്രബാട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഓട്സ് ആണ്. പിന്നെ ഒരു വലിയ ടീസ്പൂൺ കേർഡ്, അതായത് തൈര്, കട്ട തൈര് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോഫി, ഗ്രൗണ്ട് കോഫി എടുക്കണ്ട, പൊടി ആയിട്ടുള്ള കോഫിയില്ലേ, കാരണം നമ്മൾ ഓട്സ് ആണ് ഇവിടെ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കോഫി കുറച്ച് പൊടിയായിട്ടുള്ളത് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആക്നീസ് ഉള്ളവർ, പിമ്പിൾസ് ഉള്ളവർ, അവർക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് കാണിക്കാൻ പോകുന്ന സ്ക്രബ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് ഈ പഞ്ചസാരയിൽ മുക്കി വയ്ക്കുക എന്നുള്ള സ്ക്രബാണ്. അത് ഒരു സിമ്പിൾ സ്ക്രബാട്ടോ. അതാണ് ഞാൻ 2 ഓപ്ഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അൾട്രാ കെയർ കൊടുക്കുന്ന ആ ഒരു സ്ക്രബാണ്. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇത് സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് മുദ്രകളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുദ്രകളെ പറ്റി പറയുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ടീ സോൺ ഏരിയാസിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കയ്യിൽ നല്ലപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്ക്രബ്. ഇനി നമ്മുടെ ഈ 4 വിരലുകളില്ലേ, ഈ 4 വിരലുകൾ എടുത്തിട്ട് ഇത് ഇങ്ങനെ സിക്സാക് മോഷനിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്, പ്രത്യേകിച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ ആയുധം വെച്ചുള്ള കളിയാണ്. ഓക്കെ, അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിലാണ് നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദ്വിമുദ്ര കണ്ടോ, 2 മുദ്രയാണ് എടുത്തേക്കുന്നത്. ദ്വിമുദ്ര എടുത്തു. എന്നിട്ട് നമ്മുടെ എറൗണ്ട് മൗത്ത്, അതായത് ചുണ്ടിൻ്റെ മേളിലും താഴെയും ഇതുപോലെ മസാജ് ചെയ്യുക. 15 ടൈംസ് ചെയ്യണം കേട്ടോ. അപ്പം 15 തവണ അവിടെ ചെയ്യുക. ഇനി നേരെ തിരിക്കുക. എന്നിട്ട് ചുണ്ടിൻ്റെ ഈ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ ദ്വിമുദ്ര നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന വഴി നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഡെഡ് സ്കിൻസൊക്കെയാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓട്സ് ആയതുകൊണ്ട് അധികം ഫേസിനെ ഹാർഷാക്കുമെന്ന് നമുക്ക് പേടിക്കേ വേണ്ട. ഇനി നമ്മൾ ത്രിമുദ്രയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ത്രിമുദ്ര എടുത്തു. ഇനി നേരെ നെറ്റിയിലേക്ക് പോവുക. എന്നിട്ട് ഇതുപോലെ മേളിലേക്കും താഴേക്കും മസാജ് ചെയ്യുക. അവിടെയും 15 മിനിറ്റ്സ് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ദ്വിമുദ്ര 15 മിനിറ്റ്സ്, ത്രിമുദ്ര 15 മിനിറ്റ്സ്.
അപ്പോൾ അവിടെയും മസാജ് ചെയ്തു. സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഹാർഷായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും സ്പീഡിൽ മസാജ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഏകമുദ്രയിലേക്ക് കടന്നു. ഏകമുദ്ര നമ്മൾ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മൂക്കിൻ്റെ 2 സൈഡിലുമാണ്, അതായത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എഫക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഏകമുദ്ര ചെയ്യുന്നത്. അവിടെയും മേളിലും താഴേക്കും നമ്മൾ മസാജ് ചെയ്യുകയാണ്. അവിടെയും 15 മിനിറ്റ്സ് അല്ല 15 ടൈംസ് മസാജ് ചെയ്തു. ഞാൻ നേരത്തെ 15 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞെങ്കിൽ അതൊന്നും എക്സ്ക്യൂസ് ചെയ്യുക, 15 ടൈംസ് ആട്ടോ. ഇനി ഡബിൾ ചിന്നുള്ളിടത്ത് മേളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെയും 15 ടൈംസ് മസാജ് ചെയ്യുക. അപ്പോൾ ഈ മസാജിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. 1-ാം ലോക മഹായുദ്ധമാണ് നമ്മുടെ സ്കിന്നിനിത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത്ര സീരിയസ്നെസ് എന്തായാലും നമ്മൾ ഈ ഒരു സ്ക്രബിങ്ങിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ സർക്കുലർ മസാജാണ് ഞാൻ ചെയ്യുന്നത്. കവിള അധികമുള്ളവർ ഈ ഒരു സർക്കുലർ മസാജ് അവോയ്ഡ് ചെയ്യാം. കവിള വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു മസാജ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഇനി നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളത് നനഞ്ഞ തോർത്തുകൊണ്ട് തുടച്ച് കളയുകയാണ്. അപ്പോൾ നല്ലപോലെ തുടച്ച് കളയുക, നനഞ്ഞ തോർത്തുകൊണ്ട്, വെള്ളം വെച്ച് കഴുകണ്ട. ഇനി ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയില്ലേ ഒരു സ്ക്രബ്ബ്, അത് ഞാൻ ഫേസിൽ ഇനി അപ്ലൈ ചെയ്യുന്നില്ല, ഞാനത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ ചുണ്ടും സ്ക്രബ് ചെയ്യണം. നമ്മൾ എന്നൊക്കെയാണോ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് ആ ദിവസങ്ങൾ നമ്മൾ ചുണ്ടും സ്ക്രബ് ചെയ്യണം. പിന്നെ ഷുഗർ ആയതുകൊണ്ട് ചുണ്ട് കുറച്ച് ഡെഡ് സ്കിൻസ് കുറച്ച് കൂടുതലായിരിക്കും ചുണ്ടിൽ, എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ലപോലെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതും നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയാം. ഫേസ് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 സ്ക്രബായിരുന്നു ഇവിടെ കാണിച്ചിരുന്നത്. ഒന്ന് ഒരു അൾട്രാ കെയർ കൊടുക്കുന്ന ഒരു സ്ക്രബും, ഒന്ന് നമ്മൾ നോർമലായിട്ടുള്ള സ്ക്രബും. അപ്പോൾ ആ ഒരു നോർമൽ സ്ക്രബ് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്തു. അതേ സ്ക്രബ് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. അധികം ആക്നീസ് പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. കുറച്ച് ആക്നീസും പിമ്പിൾസും കൊണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ക്രബ് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ സ്ക്രബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലത്തെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ല. എന്തായാലും സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും എന്ത് സ്കിൻ കെയർ ചെയ്താലും സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് സ്ക്രബ് യൂസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പറയാൻ മേലാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്, നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി 2 ചെയ്യാൻ പാടുള്ളൂ. അതും കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം അടുപ്പിച്ച് ചെയ്യരുത്. ഇപ്പം ഞാൻ ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു, അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ സ്കിൻ കെയർ ആ ഒരു ഡേ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ Day 1 ആയിരുന്നു. ഇപ്പോൾ Day 2 ഞാനിപ്പോൾ സ്ക്രബ് ചെയ്തത്. ഇനി ഞാനൊരു Day 5 Day 7 അടുത്ത സ്ക്രബ് ചെയ്തുണ്ടാവുക, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. ഇനി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യുവാണെങ്കിൽ വീക്ക്ലി ത്രൈസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ട്വൈസ് ആണെങ്കിലും യൂസ് ചെയ്താൽ കുഴപ്പമില്ല. എന്നാലും അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല. ഇനി സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൈസ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒട്ടും അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല. വളരെ ഗ്യാപ്പിട്ട് വേണം സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാരും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ഓൾ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട്, കിളിയുടെ ശബ്ദം, ഓൾ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അടുത്ത സ്കിൻ കെയർ ഇനി വരുന്നുണ്ടാവും, വേറെ അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടേക്കാം, ലൈക്ക് ചെയ്തേക്കാം വീഡിയോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സേ അറ്റ് ഹോം.